ചർച്ചയിൽ പങ്കെടുക്കുന്നു. കുഞ്ഞിലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൊരു നിയമ നടപടിയല്ലേ വേണ്ടത്? അതല്ല സർക്കാർ ഇപ്പോൾ ഈ ആരോപണ വിധേയരെ കൂടി ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലൂടെ ഒരു സിനിമയിലെ മാറ്റമാണ് ആലോചിക്കുന്നത്. എന്താണ് കുഞ്ഞിലേക്ക് ഇതിലുള്ള അഭിപ്രായം? അത് തന്നെ, ഇത് പുറത്തു വരാൻ ഇത്ര കഷ്ടപ്പെട്ട് അവസാനം വന്നു എന്നതിന്റെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ആരോപണ വിധേയരെയും വിക്ടിംസ് അല്ലെങ്കിൽ സർവൈവേഴ്സിനെയും വിളിച്ചിരുത്തി മധ്യസ്ഥ ചർച്ച ചെയ്യാമെന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല. ഞാൻ ആക്ച്വലി ആ അപ്ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന്. കോൺക്ലേവ് കൊണ്ട് ആലോചിക്കുന്നത് സിനിമയിലെ പ്രധാനികൾ, അപ്പോൾ ഈ പ്രധാനികൾ ഉൾപ്പെട്ടതാണല്ലോ ഈ പറയുന്ന പവർ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ഓക്കെ. അപ്പം എനിക്ക് ആക്ച്വലി ഈ കോൺക്ലേവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം ഒരു നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വെൽക്കം ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷെ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ചർച്ച ആണെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല. ശരിക്കും വേണ്ടത് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് പേരുകൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് എന്താണ് ജസ്റ്റിസ് ഹേമയ്ക്കായിട്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്കും ഡിപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻസ് ആയതുകൊണ്ട് അതിന് സുവോമോട്ടോ കേസ് എടുക്കാവുന്ന സംഗതിയാണെന്നാണ് എന്റെ മനസ്സിലാക്കൽ. അപ്പൊ അറിയാവുന്ന ആൾക്കാരെ നിയമവിദഗ്ധരും അതാണ് പറയുന്നത്. വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെന്റിൽ കൃത്യമായ നിയമമുണ്ടല്ലോ നമ്മുടെ മുന്നിൽ, എങ്ങനെയാണ് നിയമ നടപടികളിലേക്ക് പോകേണ്ടതെന്ന്. പക്ഷേ ഈ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ അതങ്ങനെയല്ല, അവരോടുകൂടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ വെറുതെ ആരോപണമല്ല. അവർ മൊഴി നൽകുമ്പോൾ പലരും മെറ്റീരിയൽ എവിഡൻസും കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതടക്കം സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതെ, അപ്പം അത് ഞാൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് തന്നിട്ടുള്ള മൊഴികളിലൊക്കെ നമ്മൾ ഹിയർസേ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചിരുന്നു. ഹിയർസേ അല്ല, അവർ കൃത്യമായിട്ടുള്ള എവിഡൻസും കൊണ്ടുവന്നിട്ടാണ് അവർ ഡിപ്പോസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള നടപടി ആണ് വേണ്ടത്. ഇഫ് ഡിപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതിന് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വില്ലിങ് ആണോ എന്ന് അന്വേഷണം നടക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ടത്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ, മറ്റേ കാൽക്കട്ടയിലെ കേസിന്റെ വെളിച്ചത്തില് നമ്മള് സ്ത്രീകള് ജോലിക്ക് ഇറങ്ങുമ്പം ജോലി സ്ഥലത്ത് നമ്മള് സെക്ഷൽ ഹരാസ്മെന്റ് ആവട്ടെ, ലൈംഗിക ചൂഷണം ആവട്ടെ, അല്ലെങ്കിൽ റൈറ്റ്സ് ഇപ്പം മൂത്രമൊഴിക്കാനായിട്ടുള്ള ഒരു ഇടമില്ല, അല്ലെങ്കിൽ വസ്ത്രം മാറാനായിട്ടുള്ള ഇടമില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം അവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് നടക്കുന്നത്. അപ്പം സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ രാജ്യത്തെ ഭരണഘടന എനിക്ക് തരുന്ന റൈറ്റ്സ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു വയലേഷൻ ആണെന്ന് എല്ലാ സംവിധാനങ്ങളും, എസ്പെഷ്യലി സർക്കാർ, പവറിൽ ഇരിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് ആ ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി ആക്ച്വലി നിങ്ങൾ പറഞ്ഞതുപോലെ സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് 2013 നിലവിലുണ്ട്. അതിന്റെ ബേസിസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈക്വൽ റൈറ്റ്സ് ഇൻ ദ വർക്ക് പ്ലേസ് എൻഷുർ ചെയ്യാന്നുള്ള നടപടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിയമ നടപടി ആയിട്ടുണ്ടെങ്കിലും അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമ നടപടിക്ക് വിധേയരാക്കുക എന്നുള്ളതാണെങ്കിലും, അതല്ല ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണെങ്കിലും, ആ രീതിയിലാണ് ഇത് നീങ്ങേണ്ടതെന്നാണ് എൻ്റെ ടേക്ക്. കുഞ്ഞിലെ ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. ഇപ്പോൾ ഇതിലെ പല പ്രവണതകളും സ്വാഭാവികമായും ഇപ്പോൾ ഈ പുതുതലമുറ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞിലേക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന്മേൽ പരിഹാരം ഉണ്ടാകാറുണ്ടോ? ഞാൻ പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്, ഈ പറഞ്ഞ ഗുരുതരമായ വിഷയങ്ങളിലേക്കല്ല കടന്നിരിക്കുന്നത്. അതെ, അപ്പം എനിക്കുണ്ടായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയും കൂടെയാണെന്നുള്ളൊരു എന്തോ ഒരു ഗുഡ് ഫോർച്യൂൺ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തത് ജിയോ ബേബിന്റെ കൂടെയാണ്, പിന്നെ ഞാൻ വർക്ക് ചെയ്തത് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 2 പ്രൊഡക്ഷൻസിലും കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നോർമല്ല, ഇതിന്റെ നേരെ വിപരീതമാണ് മിക്ക പ്രൊഡക്ഷൻസിലും ഉണ്ടാവാറുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് പേരുടെ കേട്ടിട്ടുണ്ട്, അങ്ങനെ നമുക്കൊരു സംഗതി പറയാനുള്ള ഒരു സ്പേസ് പോലും പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഒരു ടോയ്ലറ്റിന്റെ കാര്യമാണെങ്കിൽ
ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഒരു പ്രമുഖ നടൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് നടികളൊക്കെ ഷൂട്ട് നടക്കണതിന്റെ അടുത്തുള്ള വീടുകളിൽ പോവുക, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവരെന്നെ ഉണ്ടാക്കിയെടുത്ത് അവരെന്നെ അങ്ങനെ ബാത്റൂം ഫെസിലിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് എന്താ ഒരു പ്രശ്നമായിട്ട് പറയണത്, അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ഒരാൾ പറഞ്ഞു എന്നാണ് പറയണത് റിപ്പോർട്ടിൽ. അപ്പം അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പ്രബലമായിട്ടുള്ളത്. ഞാനീ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരു എക്സെപ്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു നോർമാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. എനിക്ക് പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. ഈ ഇങ്ങനെ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പം സ്ത്രീകളെ എടുക്കുക എന്നുള്ളത് തന്നെ ഒരു ജോലിയായിട്ടാണ് കണക്കാക്കണത്. പല പ്രൊഡ്യൂസർമാരും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, നമുക്ക് സ്ത്രീകൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കാരവാൻ ഉറപ്പാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പൈസ ചെലവുള്ള കാര്യമാണ്, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല എന്നുള്ളത്. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇപ്പം നടന്മാര് അവരുടേതായിട്ടുള്ള പല വാശികളും പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം അല്ലെങ്കിൽ അത് വേണം എന്ന് പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കാനായിട്ട് പ്രൊഡ്യൂസർമാര് നെട്ടോട്ടോടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ബേസിക് റൈറ്റ് പറയുമ്പം അത് അവർക്ക് ചെയ്യാനായിട്ട് പൈസ ചെലവാണെന്ന് പറയുന്നത്. ഇവര് ഇതിനേക്കാൾ എത്രയോ പൈസ ചെലവ് നടത്തിയിട്ടാണ് നടന്മാരുടെ വാശികൾക്കും ഒക്കെ നിന്നു കൊടുക്കുന്നത്.